അതുപോലെ തന്നെ സംശയത്തിൽ അകപ്പെട്ട ആളുകൾ എന്നും സംശയം. കാരണം അവരൊന്നും പഠിക്കാൻ തയ്യാറാവൂല. അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള വസുവാസ് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവർ പറയുന്നതും കാര്യം തന്നെയല്ലേ എന്ന് അവന് തോന്നും. നേരെ മറിച്ച് റബ്ബിനെക്കുറിച്ചും റബ്ബിൻ്റെ റസൂലിനെ കുറിച്ചുമുള്ള അടിയുറച്ച വിശ്വാസം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് വസുവാസ് ഉണ്ടാക്കുന്നവൻ വന്ന് അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചോ എന്ത് വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞാലും അവൻ്റെ മനസ്സ് കുലുങ്ങൂല. കാരണം അവൻ ഉറച്ചിട്ടുണ്ട്, അവന് റൈബ് ഉണ്ടാവൂല. മറിച്ച് മുനാഫിക്കിനോ അമിർത്താബൂ എന്ന് ചോദിച്ചു, ഒരു സംശയത്തിൽ അകപ്പെട്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും കുറിച്ച് എന്താ അവരുടെ ധാരണ? അള്ളയും അള്ളാഹിൻ്റെ റസൂലൊക്കെ അവരോട് അനീതി കാണിക്കുമെന്നാണോ? അങ്ങനെ ഉണ്ടാവുമോ? ആ നിയമം എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം എന്താ സഹോദരങ്ങളെ? നമ്മൾ ആലോചിക്കേ. ഇസ്ലാമിലെ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ നിയമം എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് അത് യോജിക്കുകയില്ല എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുവശം എന്താ സുഹൃത്തുക്കളെ? അള്ളാഹു പറഞ്ഞ നിയമം ഈ കാലഘട്ടത്തിൽ ആ നിയമം അനീതിയാണ്, ആ നിയമം ഞങ്ങൾ പാലിക്കണം എന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ അത് റബ്ബ് ഞങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്, അക്രമമാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? അതുകൊണ്ടാ റബ്ബിന്റെ ചോദ്യം, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അവരോട് അനീതി ചെയ്യുന്നു എന്നാണോ അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്? അതാണോ അവരുടെ ധാരണ? അതാണോ അവരുടെ പേടി? ബല്ലുലായികഹുമുല്ലാലിമൂൻ. എന്ത് സ്വഭാവമാണ് അവർക്കുള്ളതെങ്കിലും അവർ കടുത്ത അക്രമികൾ തന്നെയാണ്. ഈ സ്വഭാവം നമ്മിൽ വരാതെ നോക്കണം. എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ സ്വഭാവം പൂർണ്ണമായും നമ്മിൽ ഉണ്ടാകണം. 2-3 ആയത്തുകളിൽ പറഞ്ഞതെന്താ? മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും കിതാബിലേക്കും സുന്നത്തിലേക്കും വരൂ എന്ന് പറയപ്പെട്ടാൽ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ മേഖലയിൽ, ആളുകളുമായുള്ള പെരുമാറ്റത്തിൻ്റെ ഘട്ടത്തിൽ, ജനങ്ങൾക്കിടയിൽ ജീവിച്ചു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളും വരുന്നിടത്ത് ഇസ്ലാമിൻ്റെ സുന്ദരമായ നിയമങ്ങളെ നമ്മളവിടെ മാറ്റിവെക്കണം. എന്തിന്? അതിപ്പോൾ സ്വീകരിച്ചാൽ എനിക്ക് നഷ്ടമാണ് എന്ന് ചെകുത്താൻ വേദാന്തം ഓതിത്തരികയാണ്, വസ്വാസം ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. അതേ അവസരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും റബ്ബേ നീ എനിക്ക് എപ്പോഴും സഹായം തരണം, നിന്നെ അനുസരിച്ച് ജീവിക്കാൻ. അതല്ലേ ഫർദ് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് കൊടുത്തില്ലേ? മുആദേ ലാ തദഅന്ന ദുബറ കുല്ലി സ്വലാഹ്. ഓരോ ഫർദ് നിസ്കാരങ്ങളുടെയും പിറകെ നീ ഒരിക്കലും പറയാതെ ഉപേക്ഷിക്കരുത് മുആദേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ഓർക്കേണ്ടിടത്തൊക്കെ ഓർക്കാനും, വ ശുക്രിക നിനക്ക് നന്ദി ചെയ്യേണ്ട സമയത്തൊക്കെ നിനക്ക് നന്ദി കാണിക്കാനും, വ ഹുസ്നി ഇബാദതിക നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ, ഏറ്റവും കുറ്റമറ്റ രീതിയിൽ, ഒരു ന്യൂനതകളുമില്ലാതെ ആ ഇബാദത്തുകൾ നിർവഹിക്കാനും നീ എനിക്ക് തൗഫീഖ് തരണേ അല്ലാ, എന്നെ സഹായിക്കണേ എന്ന് ഓരോ നിസ്കാരങ്ങളുടെയും പിറകെ പറയാതെ ഉപേക്ഷിച്ചു പോകരുത് മുആദേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ? അത് നമുക്കും ബാധകമാണ്. കാരണം എന്താ അറിയോ? എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിങ്ങനെ തെറ്റിപ്പോവുകയും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഒരു വിഷയത്തിലുള്ള ആയത്തും ഹദീസും ആ നിയമമൊക്കെ കേൾക്കുമ്പോൾ അല്പം പോലും നമ്മുടെ മനസ്സിൽ അതിനോടൊരു പുച്ഛമോ പരിഹാസമോ നിഷേധ സ്വഭാവമോ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊരു തോന്നലോ അനുസരണക്കേടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് സമയനാവാത്തായ വളരെ സന്തോഷത്തോടെ കേട്ടോ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, റബ്ബേ ഞങ്ങൾ സന്നദ്ധരാണ്, നീ എന്ത് ഞങ്ങളിൽ വിധിക്കുന്നുവോ നിന്റെ ഏത് തീരുമാനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു, അവരാണ് വിജയികൾ, അവർ തന്നെയാണ് വിജയികൾ. അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ച് ദോഷബാധകളെ സൂക്ഷിച്ച് മുത്തഖിയായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് തൻ്റെ ശരീരത്തെ കാത്തുരക്ഷിക്കലാണല്ലോ തഖ്വയിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ
ഫൗലായിക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയം വരിച്ച സൗഭാഗ്യവാന്മാർ. അതുകൊണ്ട് സൗഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളായി പറഞ്ഞിട്ടുള്ള ഈ ഗുണങ്ങളൊക്കെ എന്നിലും നിങ്ങളിലും ഉണ്ടാകാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അതേ അവസരത്തിൽ ളാലിമുകളെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മുനാഫിക്കുകൾക്കുള്ള ആ ദുർഗുണങ്ങളൊന്നും നമ്മുടെ ഖൽബിൽ വരാതിരിക്കാനും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് പരലോക വിജയികളിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമ്മുടെ മനസ്സ് ഏറ്റവും നല്ല മനസ്സാക്കി, ഖൽബുൻ സലീമാക്കി, രോഗമില്ലാത്ത മനസ്സാക്കി എന്നെന്നും നിലനിർത്തി തരികയും റഹ്മാനായ റബ്ബിനെ, അവൻ്റെ റസൂലിനെ അനുസരിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനിൽ ഏറ്റവും കൃത്യമായ നിലക്കുള്ള തഖ്വ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി മഹാവിജയികളിൽ അവൻ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം റബ്ബിൻ്റെ കാവലുണ്ടാകുമാറാകട്ടെ. നമ്മളിൽ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട സജ്ജനങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു കത്തിയാളുന്ന നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.